ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പല വീട്ടമ്മമാർക്കും അറിയാൻ സാധ്യതയില്ലാത്ത പഴം കൊണ്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കായിട്ടാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇവിടെ വലിയൊരു നേന്ത്രപ്പഴമാട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ പഴമാണെങ്കിൽ 2 എടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പഴമാണ്. അപ്പോൾ ഈ പഴം നമുക്ക് ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ടാക്കി എടുക്കണം കേട്ടോ. ഒരു പഴത്തിനെ 4ആയിട്ട് കീറുക, എന്നിട്ട് നമുക്ക് ചെറുതാക്കി കട്ടാക്കി എടുക്കാം കേട്ടോ. നല്ല ചെറുതാക്കി കട്ടാക്കി എടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ വേണം ഒന്ന് കട്ടാക്കി എടുക്കാനായിട്ട്. കണ്ടോ, ഈ രീതിയിൽ ഫുള്ളായിട്ട് ഇവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുള്ള ഒരു സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ സവാളയുടെ മുകളിലേക്ക് നമുക്ക് എന്താ പറയുക, മുളകും പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസാണ് എടുക്കുന്നത്. കുറച്ച് എരിവും കുറച്ച് എന്താ പറയുക മധുരമൊക്കെ ഉള്ളൊരു ടൊമാറ്റോ സോസാണ്. അത് ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഒരു 1/4 കപ്പോളം വരുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് എല്ലാം പാട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിക്കോയേ. എന്നിട്ട് ഇതിലേക്ക് നമ്മളുടെ കട്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴല്ലേ, അതുകൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ച് എടുക്കാം കേട്ടോ. പഴമൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും, എന്നാൽ ഒന്നിങ്ങനെ ഉടഞ്ഞു വരികയും ചെയ്യും. ഇപ്പം നല്ല തോല് കറുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാൻ വെച്ചിരിക്കുകയാണെങ്കിൽ ഒഴിവാക്കണ്ട കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിക്കോ, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ആ പുളിയും മധുരവും ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ പഴം എത്ര കൂട്ടിയെടുക്കുന്ന അതിനനുസരിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കണേ. ഇപ്പം എന്തായാലും ഞാൻ ആ അരിപ്പൊടി കൂടെ ചേർത്ത് കൈകൊണ്ട് എല്ലാം പടന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പോളം വെള്ളം, സാധാ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഈ പച്ചവെള്ളം നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ ഇത് അവസാനം എത്ര വെള്ളം എടുത്തു എന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ എന്താ പറയുക, ഉള്ളിവടക്കൊക്കെ കുഴക്കൂലേ, ഏകദേശം ആ ഒരു രീതി, ഈ ഒരു പരിവാണ് വേണ്ടത്. നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തതിൽ ഏകദേശം ഒരു 2-3 സ്പൂണൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. നിങ്ങളിത് കുഴക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അരിപ്പൊടി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. അതൊന്നും സാരമില്ല, നോക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ ചെയ്താൽ മതി. അതോടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇപ്പോൾ ആ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഓയിലാണ് എടുത്തത്. ഇനി ഇതാ നിങ്ങൾക്ക് ഇത്ര വലുപ്പത്തിൽ വേണമെങ്കിലും തയ്യാറാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതാക്കിയിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം. ഞാൻ ഇവിടെ ചെറുതാക്കിയിട്ടാണ് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് മറന്നു പോകരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നേക്കണേ. പിന്നെ ഇതാ ഇതുപോലെ കുറച്ചായിട്ട് ഇതുപോലെ നുള്ളിയിടാം, വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചൂട് കട്ടൻ ചായക്കൊപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ വെക്കേഷനാണ്, കുട്ടികളൊക്കെ വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ കളിച്ചിട്ട് വരുമ്പോൾ അവർക്ക് ഈ വെക്കേഷൻ ടൈമിൽ കുറച്ച് വിശപ്പൊക്കെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ വേഗം ബേക്കറിലേക്കോ അടുത്തുള്ള വീടുകളിലേക്കോ ഒന്നും ഓടണ്ട. പഴമൊക്കെ കറുത്തിരിപ്പുണ്ടെങ്കിലും പഴുപ്പായ പഴം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എപ്പോഴും നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ പഴംപൊരി അതുപോലെ വേറെ പലതൊക്കെ ഉണ്ടാക്കുമല്ലോ. നമ്മളെ ചാനൽ തന്നെ ഒരുപാട് റെസിപ്പി പഴം കൊണ്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ, തീർച്ചയായിട്ടും ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ആയിക്കിട്ടും. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും നമുക്ക് ഇതിനായിട്ട് ആവശ്യം വരുന്നില്ല. കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചേരുവകളുണ്ട്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന, എന്നാൽ നേന്ത്രപ്പഴം കൊണ്ടൊരു വെറൈറ്റി സ്നാക്കാണ്. എണ്ണ കുടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ അരിപ്പൊടി ചേർത്ത്, നിങ്ങൾക്ക് മൈദയൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ അരിപ്പൊടിയെ ചേർത്തത്. ഇതിക്ക് മുമ്പ് ഞാൻ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. അതാണ് അരിപ്പൊടി തന്നെ വെച്ച് കാണിച്ചത് കേട്ടോ. അരിപ്പൊടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിക്കോ, നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഡ്രൈ ആയിട്ടിങ്ങനെ മൊരിഞ്ഞ അങ്ങനെയൊന്നും ഇരിക്കില്ല, സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം.
കണ്ടോ, ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഓയിൽ തന്നെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഒരു 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒഴിച്ച ഓയിൽ തന്നെ അധികമാണ്. അത് കഴിച്ചു തീരും, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇവിടെ മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴം കൊണ്ട് ഒരു വലിയ പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.